ഹലോ, സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് നല്ല റെസിപ്പിയാണ് കേട്ടോ. വൈകുന്നേരം ചൂട് ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മുരിഞ്ഞ പരിപ്പ് വടയുടെ റെസിപ്പിയാണ്. നമ്മുടെ മസൂർ ദാളിലെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന പരിപ്പ്, ആ പരിപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് പരിപ്പ് വട നല്ല ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. പരിപ്പ് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും ഇതുപോലെ ഒന്ന് കുതിർത്ത് വെക്കുക. കുതിർന്നതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ ഒരു അരിപ്പയിൽ വെച്ചിട്ട് കളഞ്ഞെടുത്ത്, ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല, കളഞ്ഞെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറുണ്ടല്ലോ, ചട്നി ജാറ്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരഞ്ഞു പോകണ്ട, തീരെ അരഞ്ഞു പോവാതെ ഇരിക്കണ്ട. അതുപോലെ ഒന്ന് എല്ലാം കൂടി ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി പരിപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി കേട്ടോ. 5-6 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ അത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറുതായി കട്ട് ചെയ്തിട്ട്. 1 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില എല്ലാം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂണോളം ജീരകം, ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എങ്കിലും ഉപ്പൊക്കെ എല്ലായിടത്തും എത്തുള്ളൂ. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. സവാളയൊക്കെ ചേർക്കുമ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിക്കോളും. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം. ഇതുപോലെ എല്ലാ ബോൾസും ഞാൻ ഇങ്ങനെ ചെയ്തെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ചൂടായ ശേഷം നമുക്ക് ഓരോ ബോൾസും ഇതേപോലെ പരത്തിയിട്ട് നമുക്ക് എത്രയാണ് വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട ഉടനെ ഇങ്ങനെ കുത്തി ഇളക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല മുരിഞ്ഞ പരിപ്പ് വട ഇവിടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ബാച്ച് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട് നല്ല ഈസി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. പരിപ്പട ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കൂടി ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു തട്ടുകട സ്റ്റൈല് പരിപ്പടാന്ന് തന്നെ പറയാം. അത്രയും ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.